സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഭാരതത്തിന്റെ നടപടി പാകിസ്ഥാൻ സെനറ്റിൽ ചർച്ചയായി. ഭാരതം തൊടുത്ത ജലബോംബ് സർക്കാർ നിർവീര്യമാക്കിയില്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടിണി കിടന്ന് ചാകുമെന്ന് സെനറ്റ് അംഗം സയ്യിദ് അലി സഫർ പറഞ്ഞു. പാകിസ്ഥാനിലെ കാർഷികോൽപ്പന്നത്തിൽ 90% സിന്ധു നദീജല കരാറിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. ലോകത്തെ ജലദൗർലഭ്യം നേരിടുന്ന രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണെന്നും സയ്യിദ് അലി സഫർ പറഞ്ഞു. പാക് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് സെനറ്റിൽ ഉയർന്ന വിമർശനം. अगर ये पानी का क्राइसिस नहीं अभी सॉल्व करेंगे तो हम भूखे मर सकते हैं. उसकी वजह ये है कि इंडस बेसिन जो है वो ही हमारा लाइफलाइन है. 3/4 जो पानी हमारा आता है सर टोटल बाहर से आता है. हमारी 10 में से 9 लोग जो है ये इंडस वाटर बेसिन के ऊपर ही रिलाय करके अपनी ज़िंदगी बसर कर रहे हैं. 90% स्टेटिस्टिक्स के मुताबिक 90% जो हमारी क्रॉप्स हैं, जो हमारी फसलें हैं, वो इस पानी पे डिपेंड करती हैं. हमारे जितने पावर प्रोजेक्ट्स हैं, जितने डैम्स हैं, वो इसी पानी के ऊपर बने हुए हैं. तो इसलिए अगर ये हम इसको हम समझते हैं कि ये एक वाटर बॉम्ब हमारे ऊपर पड़ा हुआ है जिसको हमने डिफ्यूज करना है, इसको ख़त्म करना है. വിവരങ്ങളുമായി മഹേഷ് ഒപ്പം ചേരുന്നു. മഹേഷ്, യുദ്ധസമാനമായൊരു സാഹചര്യം കഴിഞ്ഞു. അവിടെ വിജയം നമുക്കായിരുന്നുവെന്ന് എല്ലാ തെളിവുകളും വ്യക്തമാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഭാരതത്തിൻ്റെ നയതന്ത്രവും വിജയിച്ചു എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അങ്ങനെ തന്നെ വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. നമ്മൾ ഈ കഴിഞ്ഞ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്നിപ്പോൾ ഏതാണ്ട് 1 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ എത്രത്തോളം പ്രതിസന്ധിയിലാണ്, പാകിസ്ഥാനിലെ കർഷകരും അവിടുത്തെ കാർഷികോൽപാദനവും എത്രത്തോളം പ്രതിസന്ധിയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പാക് സെനറ്റർ സയ്യിദ് അലി സഫറിന്റെ വാക്കുകൾ. അദ്ദേഹം പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫിന്റെ പാർട്ടി നേതാവാണ്. അദ്ദേഹം സെനറ്റിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിന്ധു നദീതടം പാകിസ്ഥാന്റെ ജീവനാഡി എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ കാർഷിക വിളകളുടെ ഏതാണ്ട് 90%, കാർഷികോൽപാദനത്തിന്റെ ഏതാണ്ട് 90% അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഈ സിന്ധു നദീജല കരാറിനെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഈ ഇന്ത്യ തൊടുത്തുവിട്ട ഈ ജലബോംബ് നിർവീര്യമാക്കിയില്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം, പാക് സർക്കാർ ഇടപെടണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ സെനറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിനെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുന്നതാണ് ഈ പാക് സെനറ്ററുടെ വാക്കുകളെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവും. ഒപ്പം തന്നെ ഭാരതം ഇക്കാര്യത്തിൽ ഉറച്ച ഒരു നിലപാടാണ്. അതിൽ ഒരു ചെറിയ ശതമാനം പോലും പിന്നോട്ട് പോകുന്ന നിലപാട് ഭാരതം കാണിച്ചിരുന്നില്ല. അതായത് ആദ്യം തന്നെ പഹൽഗാം ആക്രമണത്തിന് ശേഷം വളരെ ശക്തമായി തന്നെ നമ്മൾ പറഞ്ഞാണ് രക്തവും വെള്ളവും ഇനി ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ള നിലപാടാണ്. അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഭാരതം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാക് സെനറ്ററുടെ പ്രസ്താവന പാകിസ്ഥാൻ സർക്കാരിനെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കും. നമുക്കറിയാം, പല രീതിയിലുള്ള ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നിലനിന്ന സമയത്തുമൊക്കെ പാകിസ്ഥാൻ അവരുടേതായ കഥകൾ മെനയുകയും അത് പ്രചരിപ്പിക്കുകയും അന്താരാഷ്ട്ര വേദികൾ ഉൾപ്പെടെ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം പ്രകോപനം ഉണ്ടാകുന്നുവെന്നും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ പാകിസ്ഥാന്റെ ആ നുണപ്രചാരണങ്ങൾ അതൊന്നും വിലപ്പോവില്ല. അത് ഭാരതം സ്വീകരിച്ച നയതന്ത്രപരമായ ഒരു തിരിച്ചടി അത് കുറിക്ക് കൊണ്ടുവന്നു തന്നെയാണ് ഈ പാകിസ്ഥാനിയുടെ വാക്കുകൾ നമുക്ക്. മറ്റൊരു കാര്യം കൂടി, അതായത് കഴിഞ്ഞ ദിവസം UN പറഞ്ഞിരുന്നു പാകിസ്ഥാൻ കടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് പോകുന്നത് എന്ന്. ഇപ്പോൾ അത് ശരിവെക്കുന്നു പാകിസ്ഥാൻ ആഭ്യന്തര സംവിധാനത്തിലെ പ്രതികരണങ്ങൾ. അതായത് പാകിസ്ഥാന്റെ ദുരവസ്ഥ ഓരോ ദിവസവും അവർ തന്നെ വിളിച്ചു പറയുന്നുണ്ട്, അല്ലേ? അതെ, നമുക്ക് നേരത്തെ അറിയാം പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി ഒരു പുതിയ വാർത്തയല്ല. കാരണം മുൻപും അവിടെ ഭരണപരമായ അസ്ഥിരതകൾ നിലനിന്ന രാജ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ
സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, പണപ്പെരുപ്പം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പല കാര്യങ്ങളും പാകിസ്ഥാനെ വീർപ്പുമുട്ടിച്ചിരുന്നു. നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസം IMFന്റെ ഒരു അധിക വായ്പയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ ശ്രമിച്ചതും അത് അവർ അനുവദിച്ചു കൊടുത്തതും ഒക്കെ കഴിഞ്ഞ ദിവസം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വാർത്തയായിരുന്നു. അത്തരത്തിലുള്ള അന്താരാഷ്ട്ര സഹായങ്ങളോടുകൂടി തന്നെയാണ് രാജ്യത്തെ കടക്കെണി അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ മറികടക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അതായത് കാർഷികോൽപാദനത്തെ ഗണ്യമായി ദോഷകരമായി ബാധിക്കുന്ന, പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അധികം സാമ്പത്തികമായ തിരിച്ചടിയെ കൂടുതൽ രൂക്ഷമാക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുകയെന്ന്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ സർക്കാരിനെ ഒന്നുകൂടെ പ്രതിസന്ധിയിലാക്കാനിരിക്കുന്നതും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഈ സന്നദ്ധങ്ങളെയൊക്കെ ഈ ഭയപ്പെടുത്തുന്നതുമായ ഒരു സ്ഥിതി ഇതിനോട് സംജാതമായിരിക്കുന്നത്.